മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത അലാ സുന്നതി വൽ ജമാഅ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിലായി മരിക്കാൻ അവർക്ക് ഭാഗ്യം നൽകുന്നു. അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചെങ്കിലേ യഥാർത്ഥ സുന്നിയാവുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് യഥാർത്ഥ മരണം വരിക്കാൻ സാധ്യമാവുകയുള്ളൂ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലാ അറിയണേ വമമ്മാ തആലാ ബുഗ്ദി ആലി മുഹമ്മദിൻ ജാഅ യൗമൽ ഖിയാമ മക്തൂബൻ ബൈന ഐനൈഹി ആയിസും മിൻ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ അപമതിച്ച് അവരുടെ സിൽസില നോക്കി ഓടി നടന്ന് സാധാരണ ആളുകളുടെ ഇടയിൽ അവരോടുള്ള ആ ബഹുമാനം ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചാൽ അവർക്കുള്ള ശിക്ഷ എന്താണ്? നാളെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരമാക്കപ്പെട്ടവനെന്ന് രണ്ട് കണ്ണുകളുടെ ഇടയിൽ അവർക്ക് ഉല്ലേഖനം ചെയ്തിട്ടാണ് അവരെ നാളെ പുനരുദ്ധാരണ ദിനം കൊണ്ടുവരുന്നതെന്ന് മുഹമ്മദുർ റസൂൽ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അലാ വമമ്മാ തആലാ ബുഗ്ദി ആലി മുഹമ്മദിൻ മാത കാഫിറ. കാഫിറായിട്ട് അവർ മരിച്ചു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് റസൂല് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ കുടുംബത്തെ ബഹുമാനിക്കാത്തവർ അവർക്ക് സ്വർഗീയ ലോകത്തെ പരമാനന്ദ സുഖം, ആ സ്വർഗീയ ലോകത്തെ ഏറ്റവും വലിയ സൗരഭ്യവും ഏറ്റവും വലിയ നറുമണവും ആസ്വദിക്കാനുള്ള ഭാഗ്യമതാ വിനിഷ്ഠമാകുന്നു. ഞാനിവിടെ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. എനിക്ക് ആരെയും ആക്ഷേപിക്കൽ എന്റെ ലക്ഷ്യമല്ല, ഒരാളെ പോലും വേദനിപ്പിക്കൽ എന്റെ ലക്ഷ്യമല്ല. ഒരാൾ വന്ന് സയ്യിദാണെന്ന് പറഞ്ഞു, ആ സയ്യിദാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ സയ്യിദിനെ ക്രൂശിച്ചു. ആ ക്രൂശിച്ച ആളിന്റെ പിന്നാലെ കുറെ ആളുകൾ അങ്ങോട്ട് കൂടി, അദ്ദേഹം സയ്യിദല്ല, അദ്ദേഹം കള്ളനാണ്, അദ്ദേഹം മുനാഫിഖാണ് എന്നൊക്കെ പറഞ്ഞ് നടന്ന് വിശ്വസിച്ചതിന്റെ ഇടയിൽ വെച്ച് ആരെങ്കിലും മരിച്ചാൽ അവർ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരമല്ലേ? അവർക്ക് സ്വർഗീയ ലോകത്ത് പ്രവേശിക്കാൻ പറ്റുമോ? അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാഗത്ത് നിന്ന് സുവിശേഷമുണ്ടാകുമോ? ഷഹീദിന്റെ പ്രതിഫലമുണ്ടാകുമോ? ഒരു പക്ഷേ ഈ പറഞ്ഞ ആള് നാളെ സോളിഡ് പ്രൂഫായി കണ്ടെത്തുമ്പോ ആ കണ്ടെത്തിയ ആള് അതിൽ നിന്ന് പിന്തിരിഞ്ഞേക്കാം. ഈ പിന്തിരിയുന്ന കാലയളവിൽ വെച്ച് മരിച്ചുപോയ ആളുകളുടെ ബർസഖിയായ ജീവിതത്തിന് ആരുത്തരവാദിത്വം ചെയ്യും എന്റെ സഹോദരങ്ങളെ? അതുകൊണ്ട് ഇവിടെ അബ്ദുൽ ഗഫൂർ തങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സിൽസില, അദ്ദേഹത്തിന് കബീലയില്ലാത്ത, അദ്ദേഹം സയ്യിദ് പരമ്പരയിൽപ്പെട്ട ആളല്ലെന്ന് പറഞ്ഞു, അദ്ദേഹം സയ്യിദല്ലെന്ന് പറഞ്ഞു. നേരത്തെ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങള് ഈ നാട്ടിൽ ആത്മീയ രംഗത്ത് നേതൃത്വം വഹിച്ച മഹാനാണ്. അദ്ദേഹത്തിന്റെ നുതുഫത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള അവിടുന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനടക്കം എന്റെ പിതാവ് ആ പിതാവ് ചെന്ന് മുട്ടുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി. അതേപോലെ ഇവിടെ ഇരിക്കുന്ന ശിഹാബ് തങ്ങളുടെ പരമ്പര പരിശോധിക്കുമ്പോൾ ആ ശിഹാബ് തങ്ങളുടെ വാപ്പ, അവരുടെ വാപ്പ ഇങ്ങനെ ചെല്ലുന്ന നേരെ മുഹമ്മദ് റസൂലുള്ളാഹിയിലേക്ക്. അതേപോലെ ഗഫൂർ തങ്ങള് നമ്മുടെ ഈ നാട്ടിൽ വന്നിട്ട് ആത്മീയ രംഗത്ത് സിയം വലിയുള്ളാഹിയുടെ ആ മഹത്തായ മജ്ലിസ് സ്ഥാപിച്ചു. ആളുകൾ അങ്ങോട്ട് കൂടിയപ്പോൾ അതിൽ അസൂയപ്പെട്ടിട്ട് ആരെങ്കിലും ഒരു സയ്യിദിനെ സയ്യിദല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ഉദ്ധരിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ, ഷജറ കാണിക്കൽ നിർബന്ധമല്ല. ഒരാൾ സയ്യിദാണെന്ന് പറഞ്ഞു വന്നാൽ ആ സയ്യിദിനെ അംഗീകരിക്കുകയാണ് വേണ്ടത്. അതാണ് പണ്ഡിത മതം. അതേസമയം എവിടെ ഷജറ കാണിക്കണം? എന്റെ മകൾക്ക് ഒരു സയ്യിദ് വേണം, ഭർത്താവായിട്ടൊരു സയ്യിദ് വേണം. ആ ഭർത്താവായി ഒരു സയ്യിദ് വേണമെന്ന് നിർബന്ധമുള്ള ഞാൻ ആ കുഹുവൊപ്പിക്കാൻ വേണ്ടി ഒരാൾ അന്വേഷിക്കുമ്പോൾ അയാളുടെ സയ്യിദിനെ ഞാൻ കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കാം, നിന്റെ ഷജറ എവിടെയെന്ന്. അതേസമയം ആദരവിന്റെയും ബഹുമാനത്തിന്റെയും വിഷയം വരുമ്പോൾ ഒരാൾ വന്നിട്ട് ഞാൻ സയ്യിദാണെന്ന് പറഞ്ഞാൽ, എവിടെടാ നിന്റെ ഷജറ, എവിടെടാ നിന്റെ വാപ്പ, നിന്റെ ഉപ്പാപ്പ എവിടെ എന്ന് ചോദിക്കേണ്ടതില്ല. പക്ഷേ എന്നിട്ടും ആ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടും ഉറക്കം നടിക്കുന്നവർ, ഈ വിജ്ഞാനമൊക്കെ ഉണ്ടായിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നവർ,
ഉണ്ടായിട്ട് അതിൽ തെറ്റിദ്ധരിച്ച മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ, അതിന്റെ പേരിൽ ഗഫൂർ തങ്ങൾ ആരെങ്കിലും അറിയാത്തതിന്റെ പേരിൽ ക്രൂശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗഫൂർ തങ്ങളോട് പൊരുത്തം ചോദിക്കാൻ വേണ്ടിയും അതുവഴി അഹ്ലു ബൈത്തിനോടുള്ള ബഹുമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുമാണ് പ്രിയപ്പെട്ടവരെ ഗഫൂർ തങ്ങളുടെ ഈ പരമ്പര ഉൾക്കൊള്ളുന്ന ഈ സിൽസില, ഈ നീണ്ട സിൽസില ഇവിടെ കാണിക്കുന്നത് എന്താണ്? ഇത് തന്നെ ഗഫൂർ തങ്ങളെ ഞാൻ ഒപ്പിച്ചതല്ല, മറിച്ച് 20 കൊല്ലത്തിന് മുമ്പ് തഹസിൽദാറായിരുന്ന മഹാനായ സയ്യിദ്, അവർ ഇന്ന് 75 വയസ്സോളമുണ്ട്. ബഹുമാനപ്പെട്ടവർ ആലപ്പുഴയിൽ ഇന്ന് ജീവനോടെ ഇരിപ്പുണ്ട്. എന്തേ ഈ അഹ്ലു ബൈത്തിനെ ക്രൂശിക്കുന്ന ആളുകൾ, തെളിവില്ലെന്ന് പറഞ്ഞ് വെളിവില്ലാത്ത ഈ പണിയുമായി നടക്കുന്നവർ എന്തേ ഇങ്ങനെയുള്ളവരെ കണ്ടില്ലായിരുന്നോ? ഏതെങ്കിലും ഖബർസ്ഥാനിൽ പോയിട്ട് അന്വേഷിച്ചത് കൊണ്ടാണ് ഗഫൂർ തങ്ങളെ ക്രൂശിക്കേണ്ട ഗതികേട് വന്നത്. ഇത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആ തങ്ങളുടെ പരമ്പര. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പക്ഷേ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം, ഇത് പുതിയ പേപ്പറല്ലേ, ഇതിപ്പോൾ എഴുതി ഉണ്ടാക്കിയതാണ്. ഇതിന്റെ അസല് കോപ്പി ആ തങ്ങളുടെ അടുക്കൽ ഉണ്ടാകുകയും ആ തങ്ങളുടെ അടുക്കൽ കിട്ടിയ അസല് കോപ്പി ശരിക്കും ലണ്ടൻ പേപ്പറാണ്. അതിന്റെ പഴക്കം തന്നെ ഏകദേശം 140 കൊല്ലത്തോളം പഴക്കമുണ്ട്. ഇനി ഇപ്പോഴത്തെ ആധുനിക സംവിധാനം വെച്ച് പഴക്കം ചെന്ന പേപ്പറായി അവതരിപ്പിച്ചതാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെ നുസ്ഖ അക്കാലഘട്ടത്തിൽ 150 കൊല്ലത്തിന് മുമ്പ് ലണ്ടൻ പേപ്പർ, ആ ലണ്ടൻ പേപ്പറിൽ എഴുതിയ അസല് കോപ്പി പ്രിയമുള്ള സഹോദരങ്ങളെ ഉണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ തെറ്റിദ്ധാരണ മാറ്റുക. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ലവദിത്തു അന്നി ലൗ റഅയ്തു ഇഖ്വാനി, അല്ലാഹുവേ എന്റെ സഹോദരന്മാരെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് വഫാത്തിന്റെ 2 ദിവസത്തിന് മുമ്പ് മദീന പള്ളിയിലിരുന്ന് പൊടുപൊടാ പൊട്ടിക്കരഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, അവലസ്നാ ഇഖ്വാനുക യാ റസൂലല്ലാഹ്, മടക്കുമോനെ പതുക്കെ അവലസ്നാ ഇഖ്വാനുക യാ റസൂലല്ലാഹ്, ഞങ്ങൾ അങ്ങയുടെ സഹോദരന്മാരല്ലയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്റെ സഹോദരന്മാരല്ല, നിങ്ങൾ എന്റെ സഹോദരന്മാരല്ല, എന്റെ അനുചരന്മാരാണ്. എന്റെ സഹോദരന്മാരെന്ന് പറഞ്ഞത് എനിക്ക് ശേഷം വരാനിരിക്കുന്ന, എന്നെ സ്നേഹിച്ച, എന്റെ പേർ 1,00,000 രൂപ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല എന്നെ ഒന്ന് കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ, എന്നെ അതിയായി സ്നേഹിക്കുന്നവർ, അവർക്ക് വേണ്ടിയാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞു മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിനെ കാണണ്ടേ, അവിടുത്തെ ശഫാഅത്ത് ഉണ്ടാകണ്ടേ, അവിടുത്തെ കുടുംബ പരമ്പര ഈ രീതിയിൽ തെളിവുണ്ടായിട്ടും ആക്ഷേപിച്ച് തങ്ങളല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കരിഞ്ചന്ത നടത്തിയെന്നല്ലേ പച്ച മലയാളം? സയ്യിദായ ഒരാൾ സയ്യിദല്ലെന്ന് പറയുമ്പോൾ അതിന്റെ പച്ചയായ മലയാളം എന്താണ്? കരിഞ്ചന്ത നടത്തിയെന്നല്ലേ? അതുകൊണ്ട് ഈ തെറ്റാരേറ്റെടുക്കും? ഈ തെറ്റിദ്ധാരണയിലായി ആരെങ്കിലും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ബർസഖിയായ ജീവിതത്തിന് ആരുത്തരവാദിത്വം നൽകും? അവർ ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ ശാപത്തിന് പാത്രീഭൂതരായി മരിക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരാര്? അതുകൊണ്ടാണ് ഇത് കാലേ കൂട്ടി മനസ്സിലാക്കിയത് കൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയത്. നിങ്ങളെടുക്കൽ വന്ന് ഒരു ആൾ സയ്യിദാണെന്ന് പറഞ്ഞാൽ സയ്യിദാണെന്ന് വെച്ച് അവൻ ആദരിച്ചു കൊള്ളണം. കാരണം ആദരിക്കാതിന്റെ ഷജറ എവിടെടാ, അതെവിടെടാ, ഇതെവിടെടാ എന്ന് ചോദിച്ച് അങ്ങനെ അദ്ദേഹത്തെ വിഷമിപ്പിച്ച്, ആ വിഷമിപ്പിക്കുന്ന രംഗം മറ്റുള്ളവരും കണ്ട് അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ എപ്പോഴാ മനുഷ്യൻ മരിക്കുക പറയാൻ പറ്റുമോ? അൽ മൗതു അദിനാ മിൻ സിറാഖിൻ അലിഹി, എന്റെ കാലിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ വാർ എത്രത്തോളം എന്റെ കാലുമായി അറ്റാച്ച് ചെയ്തിട്ടാണുള്ളത്, അതിനേക്കാൾ എന്റെ ശരീരവുമായി ഇഴുകിച്ചേർന്ന ഏറ്റവും കൂടുതൽ ഞാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മരണം എപ്പോഴാന്ന് പറയാൻ പറ്റുമോ?
അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഒരാളെയും നാം കുറ്റം പറയരുത്, ഒരു പണ്ഡിതനെയും നാം കുറ്റം പറയരുത്. പണ്ഡിതന്മാര് സാദാത്യങ്ങളെ ബഹുമാനിക്കണം, സാദാത്യങ്ങൾ പണ്ഡിതന്മാരെയും ബഹുമാനിക്കണം. ഈ ഒരൊറ്റ സംഭവം മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിലെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട എളാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആ അബ്ബാസ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ സയ്യിദ് ഇബ്നു സാബിത്ത് എന്ന ഏറ്റവും വലിയ പണ്ഡിതൻ ഫദനാ ഇബ്നു അബ്ബാസ് ലിയഖുദ ബിരികാബിഹി, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒട്ടകക്കയർ താഴേക്ക് വീണപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓടി ചെല്ലുന്നു. ഓടി അങ്ങോട്ട് ചെന്നപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തുടരുത് അബ്ബാസ് എന്നവരെ, ലാ മഹ്യ ഇബ്നു അമ്മി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട അബ്ബാസ് എന്നവരെ നിങ്ങൾ തുടരുത്. അപ്പോഴാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണ് തുടരുതെന്ന് പറയാൻ കാരണം, ഈ അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽ പിറന്ന ആളാണ്. ഇദ്ദേഹത്തെ കൊണ്ട് ആ വടിയടിപ്പിക്കുന്നത് അദബുകേടാണ്, ഖിദ്മത്ത് ചെയ്യിക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി തുടരുത് ഇബ്നു അബ്ബാസ്, തുടരുത് ഇബ്നു അമ്മി റസൂലില്ലാഹ്, നിങ്ങൾ തുടരുത്. ഉടനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു വിട്ടില്ല. فقال هكذا أمرنا أن نفعل بعلمائنا, ഞങ്ങളുടെ ഉലമാക്കൾക്ക് ഞങ്ങളാൽ കഴിയുന്ന സേവനങ്ങൾ ചെയ്തു കൊടുക്കണമെന്നതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് തന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. فأخذ زيد بن ثابت يد ابن عباس فقبلها, അബ്ബാസ് റളിയല്ലാഹുവിന്റെ കൈ പിടിച്ച് ചുംബിച്ചു. ഇവിടെ എന്താണ്, ആലിമീങ്ങൾ സയ്യിദുമാരെ ബഹുമാനിക്കണം, സയ്യിദുമാർ ആലിമുകളെയും ബഹുമാനിക്കണം. അങ്ങനെ പരസ്പരമുള്ള ബഹുമാന ആദരവുകളാണ് ഇതിലൂടെ പഠിപ്പിച്ചു തരുന്നത്. ഒരു സംഭവം മാത്രം ഞാൻ നിർത്തുകയാണ്. സയ്യിദുമാര് ആലിമീങ്ങളായാലും സാധാരണക്കാരായാലും വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും അവരെ ബഹുമാനിച്ചു കൊള്ളണം. ഒരു ചെറിയ കുട്ടി വന്നാൽ അത് സയ്യിദിന്റെ കുട്ടിയാണെങ്കിൽ ബഹുമാനിച്ചു കൊള്ളണം. തലയെക്കെട്ടും ഷാളും ഉണ്ടെങ്കിൽ മാത്രമേ സയ്യിദാവുള്ളൂ എന്നതില്ല, അവരെ മാത്രമേ ആദരിക്കാൻ പാടുള്ളൂ എന്നതില്ല. നമ്മുടെ നാട്ടുകാരനായി കേരളത്തിൽ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ജിഹയായി ഈ കേരളത്തിലും മറുനാടുകളിലും ഓടി നടന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത മഹാനായ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ, മഹാനവർകൾ ഒരിക്കൽ കണ്ണൂര് അവിടുന്ന് ഒരു ഹാജിയാരുടെ വീട്ടിൽ അതിഥിയായി ചെന്നു. അങ്ങനെ ഫ്രണ്ടിൽ മഹാനവറുകൾക്ക് എല്ലാ രീതിയിലുള്ള സ്വീകരണവും നൽകി ആതിഥേയനെ വേണ്ട രീതിയിൽ ആദരിക്കാൻ ഹാജിയാര് വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി തോർത്തുമുണ്ടെടുത്തിട്ട് അഴുക്ക കോലത്തിൽ ശരീരമൊക്കെ അഴുക്ക് പിടിച്ച് മണ്ണിൽ കിടന്ന ഒരു ഉരുണ്ട കുട്ടി പെട്ടെന്ന് അങ്ങോട്ട് വന്നപ്പോൾ ഹാജിയാര് പറഞ്ഞു, മോനെ നിങ്ങൾ പോയി അടുക്കളയുടെ ബാക്കിൽ നിൽക്ക്, മോനെ നിങ്ങൾ പോയി അടുക്കളയുടെ ബാക്കിൽ നിൽക്ക്. ഇത് കണ്ടപ്പോ പതി ഉസ്താദിന് സംശയം തോന്നി. മോനെ നിങ്ങൾ എന്ന പദപ്രയോഗം ബഹുമാനത്തിൻ്റെതാണ്. ചോദിച്ചു, ഹാജിയാരേതാ? അത് അപ്പുറത്ത് താമസിക്കുന്ന അഹ്ലു ബൈത്ത് കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ്. ഉടനെ മഹാനായ പതി ഉസ്താദ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പതി ഉസ്താദ് ആ കുട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് ആ കുട്ടിയെ നല്ല ഭക്ഷണം നല്ല രീതിയിൽ കുളിപ്പിച്ച് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കണം ഹാജിയാരെ, നിങ്ങളെക്കാൾ മുന്തിയ ആഹാരം
നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാൾ മുന്തിയ വസ്ത്രം ആ കുട്ടിക്ക് ധരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ആചാര്യ ഇരുത്തിയിട്ട് അരമണിക്കൂർ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിന്റെ മഹിമ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ആചാര്യ പഠിപ്പിച്ചു, ചെറിയ കുട്ടിയുടെ വിഷയത്തിൽ പോലും. എന്നിട്ട് ആ കുട്ടിയെ കുളിപ്പിച്ച് നല്ല വസ്ത്രം കൊടുത്ത് നേരെ കൊണ്ടുവന്നു ആ സ്റ്റേജിലെത്തി ചെറിയ കൊച്ചുമോനോട് മഹാനവറുകൾ കാണിച്ച ആദരവാണ്. ഞാനൊക്കെ കക്കടിപ്പുറത്ത് മഹാനായ അബ്ദുറഹ്മാൻ കുട്ടി ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് അല്പമെങ്കിലും ഈ ഇനത്തിൽ സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഹാനവറുകളുടെ ശിക്ഷണത്തിൽ, ആത്മീയ ശിക്ഷണത്തിലാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. ഒരുപാട് കറാമത്തുകൾ, നിരവധി കറാമത്തുകൾ ഇന്നും മഹാന്റേതായിട്ട് എനിക്ക് പറയാൻ വാദോരാതുണ്ട്. നിരവധി നിരാലംബരായ ആളുകൾ മഹാനായ കക്കടിപ്പുറത്ത് അബ്ദുറഹ്മാൻ കുട്ടി ഉസ്താദിന്റെ അടുക്കൽ വരും. ഇന്നും അവിടുത്തെ ഖബറിലേക്ക് സായുജ്യമടയുന്നവരുണ്ട്. അബൂബക്കർ ഉസ്താദിന്റെ ജ്യേഷ്ഠന്റെ മകനാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ കുട്ടി ഉസ്താദ്. വഫാത്താകുമ്പോൾ 87ഓളം വയസ്സുണ്ടായിരുന്നു മഹാനവറുകൾക്ക്. ഞാൻ ദർസിൽ ചെല്ലുന്ന സമയത്ത് ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ അധികം വലിയ പ്രായമൊന്നുമില്ലാത്ത ജൂനിയറായ സമയത്ത് അവിടെ നടക്കുന്ന ദിക്ർ ഹൽക്കയിൽ പലപ്പോഴും എന്നെ കൊണ്ട് ഉസ്താദ് ദുആ ചെയ്യിപ്പിക്കും. അവസാനം ഇതെനിക്ക് തന്നെ വിഷമമായി. ഈ ഇരിക്കുന്ന ശിഹാബ് തങ്ങളടക്കം അവിടെ നിന്ന് പഠിച്ചതാണ്, ആ ഉസ്താദിന്റെ തർബിയത്തിൽ വളർന്നതാണ്. അലവിക്കുട്ടി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദർസിൽ അങ്ങനെ ലാസ്റ്റ് ഒരിക്കൽ ഉസ്താദിനോട് സങ്കടപ്പെട്ട് ഞാൻ പറഞ്ഞു, ഉസ്താദേ, നിങ്ങളെ തേടി നാനാഭാഗത്തു നിന്നും ആളുകൾ ദുആക്ക് വേണ്ടി, നേതൃത്വത്തിന് ദുആക്ക് വേണ്ടി വരുമ്പോൾ ഈ നടക്കുന്ന മജ്ലിസിലെ ദുആക്ക് ഉസ്താദ് തന്നെ നേതൃത്വം കൊടുക്കണം. അതുകൊണ്ട് ഇനി എന്നെ ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യിപ്പിച്ച് ദയവ് ചെയ്തതിനെ വിഷമിപ്പിക്കരുത്, അതെനിക്ക് ഏറ്റവും വലിയ വിഷമമാണ്, ഞാൻ വല്ലാതെ സങ്കടപ്പെടും എന്നൊക്കെ പറഞ്ഞു ഒപ്പിച്ചത് എന്തിനാണ്? ഉസ്താദ് ദുആ ചെയ്യട്ടെ എന്ന നിലയിലാണ്. അങ്ങനെ ചെറിയ കുട്ടിയോട് പോലും ആദരവും ബഹുമാനവും, എന്തിനേറെ മരണപ്പെട്ടു പോയ ഇബ്രാഹിം മുസ്ലിയാർ, കൊല്ലത്ത് പുത്തിരിക്കാട് പള്ളിയിൽ ജീവിച്ചിരുന്ന മഹാനവറുകളാണ്. ആ പണ്ഡിതൻ, ഒരു കുട്ടി, അഹ്ലുബൈത്തിൽപ്പെട്ട കുട്ടി, ചെറിയ കുട്ടി, ഇന്നലെ പ്രസവിച്ചതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്ന് പ്രസവിച്ചതേ ഉള്ളൂ. ആ കുട്ടി താഴെ കിടക്കുകയാണെങ്കിൽ മുകളിൽ കയറിയിരിക്കൂല. അങ്ങനെ ചെറിയ കുട്ടികളുടെ വിഷയത്തിൽ പോലും ആദരവും ബഹുമാനവും കാണിച്ചവരായിരുന്നു മഹാന്മാരായ മുൻഗാമികളായ മഹത്തുക്കൾ. ഇന്നും ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് അടക്കം ഉള്ള അതേപോലെ ഒരുപാട് ആലിമുകൾ ഇന്നും അഹ്ലുബൈത്തിനോടുള്ള അടങ്ങാത്ത സ്നേഹം ഉള്ള ആള് തങ്ങളുടെ മുമ്പിൽ ഇന്നും എത്ര ഭവ്യതയോടെയാണ് ലോകം മൊത്തം അറിയപ്പെടുന്ന മഹാനായ എന്റെ ഗുരുവര്യര് കൂടിയായ ശൈഖുനാ എ.പി. ഉസ്താദ് ഉള്ള ആള് തങ്ങളുടെ മുമ്പിൽ എത്രത്തോളം ഭവ്യതയോടെയാണ് നിൽക്കുന്നത്. അതേപോലെ എത്രയോ സംഭവങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ആരെയും വേദനിപ്പിക്കാനല്ല പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞത് ഒരു അഹ്ലുബൈത്തിൽപ്പെട്ട ഒരംഗം, അദ്ദേഹം സയ്യിദാണെന്ന് വരുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് അംഗീകരിക്കാം, അല്ലെങ്കിൽ അംഗീകരിക്കണ്ട. പക്ഷെ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ അത് കേട്ടാരെങ്കിലും ആക്ഷേപിച്ചാൽ അവന്റെ ആഖിബത്ത് നഷ്ടപ്പെടുമെങ്കിൽ അതിന് കാരണക്കാരൻ നാം ആയിക്കൂടാ എന്ന് മാത്രം ചിന്തിച്ച് ആ വിചാര വിക്ഷോഭത്തിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും എന്റെ പ്രസംഗം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ വേദന ഉണ്ടാക്കാൻ ഞാൻ ഈ സദസ്സിൽ വന്നിട്ടില്ല. അങ്ങനെ ഒരു വേദനയുടെ ഭാഗവുമല്ല, മറിച്ച് അഹ്ലുബൈത്തിനോട് കാണിച്ച ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ മാത്രം ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു നമുക്കെല്ലാം ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഴയില്ലാതെ വരൾച്ച അനുഭവപ്പെടുന്ന ഈ സമയത്ത് അള്ളാഹു നമുക്ക് നല്ല മഴ തന്ന് നമ്മുടെ നാടിനെ പരീക്ഷിക്കാതെ എല്ലാവിധ ഖൈർ കൊണ്ടും നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഇരിക്കുന്ന സാദാത്യങ്ങളുടെ നീണ്ട നിര, പ്രിയമുള്ളവരെ, ഇവിടെ ഓടിയെത്തിയത് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഈ അഹ്ലുബൈത്ത് എല്ലാം ഓടിയെത്തിയത് നിങ്ങൾ ആ മഹാന്മാരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, അവരോടുള്ള ആദരവ് കൊണ്ടാണ് നിങ്ങൾ ഇവരെ ക്ഷണിച്ചതും ആ ക്ഷണത്തിന് ഉത്തരം നൽകിക്കൊണ്ടവർ വന്നതും. ആ സദസ്സിൽ വെച്ച് ഇൻഷാ അല്ലാഹ് കുത്തുബിയത്ത് നടത്തിയതിനു ശേഷം ഈ സയ്യിദുമാരുടെ ഒക്കെയും സാന്നിധ്യത്തിൽ, അതേപോലെ പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ, ഉമറാക്കളുടെ സാന്നിധ്യത്തിൽ, എല്ലാ നല്ല സ്വാലിഹീങ്ങളുടെയും സാന്നിധ്യത്തിൽ വെച്ച് ഭക്തി നിർഭരമായ ദുആക്ക് നമ്മുടെ അബ്ദുൽ ഗഫൂർ തങ്ങൾ നേതൃത്വം കൊടുക്കുന്നു. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുകയും എല്ലാവിധ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധമായ ജീവിത ചുറ്റുപാടുകളും അദ്ദേഹത്തിനും നമുക്കും അള്ളാഹു നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം വിടാ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ളവരെ, അതേപോലെ അഹ്ലുബൈത്തിന്റെ ശ്രേഷ്ഠത കുറച്ചുകൂടി അറിയാൻ വേണ്ടി ബഹുമാനപ്പെട്ട
തഴവ ഉസ്താദിന്റെ അൽമവാഹിബുൽ ജലിയയിൽ നിന്ന് അഹ്ലുമായി സംബന്ധിയായി ഉസ്താദ് എഴുതിയതിന്റെ പ്രധാന ഭാഗം നമ്മുടെ സംഘാടകർ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ടുണ്ട്. എല്ലാവരും വിതരണം ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇത് കണ്ട് അഹ്ലുബൈത്തിനോടുള്ള ബഹുമാനവും ആദരവും നാം നിലനിർത്തണം. ഇത് വ്യക്തിപരമായി ഞാൻ പറഞ്ഞതല്ല, മൊത്തമുള്ള അഹ്ലുബൈത്തിനോടുള്ള ആദരവും ബഹുമാനവും നിലനിർത്തണം. ആ ബഹുമാനത്തിലാണ് നമുക്ക് നല്ല വിജയം നരിക്കാനും ഷഹീദിന്റെ പ്രതിഫലത്തിൽ മരിക്കാനും മലായികത്തിന്റെ ഭാഗത്തു നിന്ന് സന്തോഷകരമായ ജീവിതത്തിൽ നമുക്ക് ഈ ലോകത്തോട് വിട പറയാനും ഖബർ ജീവിതം നന്നാവാനും ഒക്കെ ഉള്ള ഒരു വഴി അള്ളാഹുവിന്റെ റസൂലിന്റെ അഹ്ലുബൈത്താണ്. അതെപ്പോഴും ശ്രദ്ധിക്കണം. അതേപോലെ സാധുവായ എനിക്ക് കുടുംബത്തിനും വേണ്ടിയൊക്കെ നിങ്ങൾ ദുആ ചെയ്യണമെന്നും ഇനിയുള്ള വേദികളിലൊക്കെ നിങ്ങൾക്കും ദുആ ചെയ്യാമെന്ന് വാക്ക് നൽകി ഈ ബന്ധം നാളെ ഹബീബിനോടൊപ്പം സ്വർഗീയ ലോകത്തേക്കുള്ള ബന്ധമായി അള്ളാഹു നിലനിർത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഈ ഇരിക്കുന്നവരെല്ലാം ഈ സയ്യിദന്മാരോട് ആദരവും ബഹുമാനവും കാണിച്ചു വന്നവരാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദന്മാരോട് പറയാനുള്ളത്, എന്തെങ്കിലും സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ആരെങ്കിലും അഹ്ലുബൈത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒത്തൊരുമയോടെ ജീവിച്ചു പോകുന്ന ഞങ്ങളുടെ ഈ നാടിനെ ഒരിക്കലും നിങ്ങൾ ശപിക്കരുത്. നിങ്ങളുടെ മനസ്സിന്റെ കോണിൽ അങ്ങനെ ഒരു വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. നിങ്ങളാരും ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കലും എതിരായി ദുആ ചെയ്യരുത്. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. റൗളാ ശരീഫിൽ ഉറങ്ങുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും വേദനിപ്പിക്കുമാറുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയവരോട് പറയാനുള്ളത്, തെറ്റുകൾ തിരുത്തുക, അത്രമാത്രം തന്നെ പറയുന്നു. ഈ സയ്യിദ് കുടുംബത്തിന് ആദരവർപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ വാനമ്പാടി മർഹം തഴവ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു അവിടുന്ന് എഴുതിയ അൽ മവാഹിബുൽ ജലിയയിലുള്ള ഈ സയ്യിദന്മാരെ കുറിച്ചുള്ള ഒരു കാവ്യം ആലപിക്കുന്നതിന് വേണ്ടി ആദിൽ സക്കാലയിൽ ആ മുത്തഅല്ലിമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സുഹൃത്തുക്കളെ, നാം അഹ്ലുബൈത്തിനെയൊക്കെയും സ്നേഹിക്കണേ, അത് വാജിബാ നമുക്കൊക്കെയും. ബഗവി ഇമാമിത് വ്യക്തമായി പറയുന്നതാ, തനിക്കുള്ള തഫ്സീറിൽ മഹാൻ വിവരിച്ചതാ. ഒരു ദിവസം അവരോടുള്ള ഹുബ്ബിന് തുല്യതാ, ഒരു വർഷമുള്ള ഇബാദത്തും നിൽക്കാത്തതാ എന്നിബ്നു മസ്ഊദ് എന്നവർ പറയുന്നതാ. അത് മുസ്തഫ നബി തങ്ങളിൽ നിന്നുള്ളതാ. ഇത് റഷ്ഫത്തുസ്സവാദി നീ നോക്കതിലുള്ളതാ. 44-ാം പേജതിൽ കാണുന്നതാ. സ്നേഹിച്ചുവെന്നാൽ നബിയെയും കുടുംബങ്ങളെ, സൂക്ഷിക്കുമേഴു സ്ഥലങ്ങളിൽ ദുരിതങ്ങളെ. മൗത്തും ഖബർ നശ്റും കിതാബും പിന്നെ മീസാൻ ഹിസാബ് സിറാത്തിതേഴും തന്നെ. ഫിർദൗസിലുണ്ടിത് ദൈലമീ വിവരിച്ചതാ. 44 റഷ്ഫത്തിലും കാണുന്നതാ. അവരോട് സ്നേഹിക്കുന്ന അവസ്ഥയിലാണ് കാലിൻ്റുറപ്പ് സിറാത്തിലും എന്നാണ്. തിരുമുസ്തഫ നബി തങ്ങളിൽ നിന്നുള്ളതാ. അത് ദൈലമീ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. അവർക്കുള്ള ഹക്കറിയാതെ വന്നാൽ പിന്നെ നിനക്കുള്ള അമലിനെന്തു ഫലമാ പൊന്നേ. ഫലമൊന്നുമില്ലെന്നും ഹദീസിൽ വന്നതാ. ഇത് ഔസത്തിൽ തബ്റാനി ഉദ്ധരിക്കുന്നതാ.
അവരോട് ഹുബ്ബില്ലാത്ത കൽബിലൊരിക്കലും ഈമാനുമില്ലെന്നാണ് തിരുവചനത്തിലും. അത് ഹാക്കിമെന്നവരാൽ ദിവായത്തുള്ളതാ. അതുപോലെ തന്നെ നസായിയും പങ്കുള്ളതാ. നുബുവത്തിന്റെ പ്രകാശമാണവരൊക്കെയും. അത് മങ്ങിയാൽ കൂരിരുളിലാ നാമൊക്കെയും. അവരമ്പരത്തിൽ കൗകബൻ സയ്യാറ. അത് ഭൂമിയിൽ വസിക്കുന്നവർ കൻവാറ. അവരഷ്റഫുൽ ഖൽഖിന്റെ സ്വന്തം രക്തമാ. അതിൽ നിന്നും പൊട്ടി വിടർന്ന മുത്തും രത്നമാ. ചിലവാക്കിയാൽ തീരാത്തവൻ നിധിയാണ്. മായാത്ത നക്ഷത്രങ്ങളും അവരാണ്. ജഡമിന്റെ തലയവരാണ് നമ്മൾക്കൊക്കെയും. തലക്കുള്ള കണ്ണും അവര് തന്നാ പിന്നെയും. ഖുർആൻ സ്തുതിച്ചത് തന്നെ ശ്രേഷ്ഠത പോരെയോ. അസ്ഹാബ് സൂറത്തോതി നോക്കതിലില്ലയോ. സ്തുതിക്കാത്ത മിൻബർ ലോകത്തിന് വിടുണ്ട്. പറയാത്ത നിസ്കാരങ്ങളിന്നേതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലേവനും അറിയേണ്ടതാ. റബ്ബിനെ അറിഞ്ഞാൽ അവരെയും അറിയുന്നതാ. ആപത്തു സമയം നൂഹ് നബിയുടെ കപ്പലാ. ഇവരൊക്കെയും എന്നും ഹദീസിൽ ഹുസ്സിലാ. അവർക്കുള്ള മണം കൊണ്ടും ഗുണം നമുക്കുണ്ട്. കുഷ്ഠം ഒഴിഞ്ഞെടുക്കാതെ പോകുന്നുണ്ട്. ഇത് റഷ്വത്തു സാദി നീ നോക്കതിലുള്ളതാ. 94 വ്യക്തമായി പറയുന്നതാ. റബ്ബിന്റെ റൈഹാൻ ഭൂമിയിൽ അവരാണ്. ഈസബ്നു ഹജ്ജാജ് എന്നവർ കൗലാണ്. നാം സേവനം ചെയ്യേണ്ടതാണങ്ങോട്ട്. അതബുള്ളതല്ലതു തേടലും ഇങ്ങോട്ട്. ശൈഖുൽ മശായിഖ് തന്നെ എന്നാലും അത് അനുയോജ്യമല്ലെന്നാണ് നിയമം ഉള്ളത്. പുരുഷന് പുരുഷൻ സാമ്യമായി വരുമെങ്കിലും സാദാത്തിനോടൊരു സാമ്യമില്ല ഒരിക്കലും. കല്ലൊക്കെയും കല്ലെന്നു നാം ധരിക്കുന്നതാ. യാകൂത്തു കല്ലാണെങ്കിലും സീറ്റുള്ളതാ. വിവരം അവർക്കില്ലാതിരുന്നാൽ തന്നെയും വിവരസ്ഥനേക്കാൾ സീറ്റവർക്കാ പിന്നെയും. ബുദ്ധിക്കു ലെവലില്ലെങ്കിലും അവർക്കുള്ളത് കുറയുന്ന ശ്രേഷ്ഠതയല്ല പണ്ഡിതനില്ലിത്. ഇത് റഷ്ഫത്തിൽ ഷഅറാനിയിൽ നിന്നുള്ളതാ. 111-ാമതിൽ കാണുന്നതാ. അവരിൽ ഒരാൾക്കെന്തെങ്കിലും ഗുണമിന്നു നാം ചെയ്താൽ റസൂലുള്ളാഹി നൽകും അന്നിനാം. ഇസ്ആഫിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. 96-ാം പേജതിൽ വിവരിച്ചതാ. നാം അവരെ വരവിന് മർഹബ പറയേണ്ടതാ.
രാജാക്കളെക്കാൾ ഉപരിയായി കാണേണ്ടതാ. കഴിയുന്നതെല്ലാം ചെയ്തു നാം കൊടുക്കേണ്ടതാ. സന്തോഷമായി അന്നവരെ നാം മടക്കേണ്ടതാ. നാം നാളെ ആരോടാണ് കൈ നീട്ടേണ്ടത് എന്നോർത്ത് വേണേ ഇന്നു പെരുമാറേണ്ടത്. കലവറയിലാണവർക്കുള്ള ജദ്ദാണുള്ളത്. എല്ലാവരും അവിടാണ് കൈ നീട്ടേണ്ടത്. പറയുന്നു ത്വാഹ 3 കാര്യം മക്കളിൽ മുളപ്പിക്കണം വളരേണ്ടതാണ് ആ ചിട്ടയിൽ. നബിയോട് സ്നേഹം വേണ്ടതാണതിലൊന്ന്. അത് ആലിനോടും കാണലാ മറ്റൊന്ന്. മൂന്നാമതായി ഓതേണ്ടതാ ഖുർആനും. ഇത് മതി മതി അവരൊക്കെയും ഉയരാനും. സാദാത്തിനോട് വെറുക്കലും നിർഭാഗ്യമാ. സ്വർഗത്തിനുള്ള മണം ശ്വസിക്കല സാധ്യമാ. കശാഫിലുണ്ട് സമക്ഷരി പറയുന്നതാ. കൂടാതെ തന്നിത് സലബി വിവരിച്ചതാ. വെറുക്കുന്നവർ നരകാഗ്നിയിൽ കിടക്കുന്നതാ. അത് ഹാക്കിമെന്നവരാൽ റിവായത്തുള്ളതാ. അത് മാത്രമല്ലവർ വേണ്ടി വന്നാൽ സർപ്പമാ. മൂസാ നബി വടിയിട്ടു തിന്നത് തുല്യമാ. അവരിൽ ചിലർ വലയുന്നതായി കാണുന്നത്. ദോഷം പൊറുക്കാനാണ് ഹാസ്യം അല്ലത്. ചിലപ്പോൾ ഇതെല്ലാം പദവി കൂട്ടാനാണ്. നമുക്കുത്തരം ഇതിലൊക്കെ മൗനവുമാണ്. എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ തന്നെയും അതിനോട് മതിയവരോട് നീ വെറുക്കാതെയും. ഹദ്ദുള്ള തെറ്റവർ ചെയ്തു കണ്ടാലെങ്ങനാ അതിനുള്ള ശിക്ഷ കൊടുക്കണം വിധിയങ്ങനാ. പൊറുക്കപ്പെടും അത് നിശ്ചയം എന്നുണ്ട്. ആക്ഷേപമേ പാടില്ല നമുക്കത് കൊണ്ട്. ഞങ്ങളുടെ നാട് ബഹുമാനപ്പെട്ട സയ്യിദന്മാർക്ക് നൽകുന്ന ആദരവായി നിങ്ങൾ കരുതണം. അതുപോലെ തന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട സുബൈർ അസ്ഹരി പൂക്കളത്തൂർ ഉസ്താദ് അവറുകൾ സ്വലാത്ത് ചെല്ലുന്നതിനു വേണ്ടി നമ്മെ ഏൽപ്പിച്ചിരുന്നു. ഇതിന്റെ പ്രവർത്തകർ ആ പേപ്പറുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇതുവരെയുള്ള ഈ സമയം വരെ ചെല്ലിയ സ്വലാത്തുകളുടെ എണ്ണം കറക്റ്റായി കുറിച്ച് ഇതിന്റെ സംഘാടകരെ ഏൽപ്പിക്കുക. പ്രത്യേകം ഓർക്കുക, സ്വലാത്ത് ചെല്ലിയ ആ കണക്ക് ഒട്ടും തെറ്റാതെ തന്നെ ഇൻഷാ അല്ലാഹ് അത് എഴുതി കൊടുക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഈ ലിസ്റ്റ് ഇവിടെ കിട്ടിയാൽ ഉടൻ തന്നെ അത് പ്രഖ്യാപിക്കും. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയുണ്ട്. നമ്മുടെ സാധു സഹായ വിതരണത്തിന്റെ കാർഡ് വിതരണമാണ് അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത്. സമയം വളരെ ദീർഘിച്ചതുകൊണ്ട് 3 പേർക്ക് മാത്രം ഇപ്പോൾ കാർഡുകൾ നൽകുന്നതാണ്. ബാക്കിയുള്ളവരുടെ കാർഡുകൾ ഇൻഷാ അല്ലാഹ് നാളെ തന്നെ അവരവരുടെ വീടുകളിൽ എത്തിക്കുന്നതായിരിക്കും. അതുപോലെ ഇപ്രാവശ്യത്തെ നമ്മുടെ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നത് 11-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 7 മണി മുതൽ 9 മണി വരെയായിരിക്കും. ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 7 മണി മുതൽ 9 മണി വരെ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിലായി ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഗഫൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഓഫീസുണ്ട്. അവിടെ നിന്നായിരിക്കും വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്യുന്ന കാർഡ് ഒഴികെയുള്ള എല്ലാ കാർഡുകളും നാളെ നിങ്ങളുടെ വീടുകളിൽ എത്തുന്നതായിരിക്കും. ഈ കാർഡിന്റെ വിതരണോദ്ഘാടനത്തിന് വേണ്ടി
നമ്മളിവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് ബീവി കുഞ്ഞ് പെരുമനത്തക്കതിൽ മണപ്പള്ളി തെക്ക്, 2 റോസമ്മ മല്ലംകുളത്ത് വടക്ക് മണപ്പള്ളി വടക്ക്, ശ്രീകല മുണ്ടുതറയിൽ മണപ്പള്ളി വടക്ക്. ഇവരുടെ ആളുകൾ കുട്ടികൾ ആരെങ്കിലും അല്ലെങ്കിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവർ വന്ന് ഈ കാർഡ് ഏറ്റുവാങ്ങേണ്ടതാണ്. ബീവി കുഞ്ഞ് പെരുമനത്തക്കതിൽ ഈ കാർഡ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി മണപ്പള്ളി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ബഹുമാന്യനായ സലിം ചെറുകര സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കൊടുത്ത സമയം ഒരുപാടാവും. ഇനി അടുത്തത് റോസമ്മ മല്ലംകുളത്ത് വടക്കതിൽ, അടുത്തത് ശ്രീകല മുണ്ടുതറയിൽ മണപ്പള്ളി വടക്ക്. ആളെത്തിയിട്ടില്ലെങ്കിൽ സംഘാടകർ ഏറ്റുവാങ്ങ്. 1 ബീവി കുഞ്ഞ് പെരുമനത്തക്കതിൽ മണപ്പള്ളി തെക്ക്. നമ്മുടെ ഈ അരി ഇവിടുന്ന് വിതരണം ചെയ്യാൻ വേണ്ടി നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ലിസ്റ്റാണ് വായിക്കുന്നത്. 2 സുലൈമാൻ കുട്ടി പെരുമനക്കിഴക്കതിൽ മണപ്പള്ളി തെക്ക്, ഇബ്രാഹിം കുട്ടി പറയാട്ട് മണപ്പള്ളി തെക്ക്, 4 ഹുസൈൻ തറാമ്പുഴ, 5 ഫാത്തിമ കുഞ്ഞ് മുണ്ടുതറയിൽ, 6 ശ്രീകല മുണ്ടുതറയിൽ, 7 ജുബൈരിയ കുറ്റിയിൽ കിഴക്കതിൽ, 8 നബീസ ബീവി വയലുവീട്ടിൽ, 9 മുഹമ്മദ് കുഞ്ഞ് റഷീദ് മനസ്സിൽ, 10 ലൈല വാളക്കോട്ട് കിഴക്കതിൽ, 11 നബീസ ഷാനവാസ് മനസ്സിൽ, 12 ബിന്ദു കൃഷ്ണാലയം, 13 ഉമൈബ ബീവി കുറവന്റിയത്ത്, 14 സരള പാറക്കൽ വടക്കതിൽ, 15 നസിയ കുറ്റിയിൽ, 16 റോസമ്മ മല്ലംകുളത്ത് വടക്കതിൽ, 17 ഗീത കോട്ടൂർ തെക്കതിൽ, 18 തങ്കമണി കൊച്ചുപുരാവള്ളയിൽ, 19 ബിന്ദു കോട്ടക്കര കിഴക്കതിൽ, 20 സുഹറ ബീവി മുണ്ടുതറ വടക്കതിൽ, 21 അംബിക രേവതി ഭവനം, 22 സരസ്വതി അതുല്യ ഭവനം, 23 മറിയം ബീവി തറാമ്പുഴ കിഴക്ക്, 24 സുബൈദ ഷഫീഖ് മൻസിൽ, 25 സഫിയ ബീവി കുറ്റിയിൽ, 26 ജയശ്രീ കൃഷ്ണാലയം, 27 ആമിന ബീവി വാലിതുണ്ടിൽ, 28 നബീസത്ത് തറാമ്പുഴ, 29 ഇന്ദിര പാറക്കൽ വടക്ക്, 30 കരുണാകരൻ തറാമ്പുഴ, 31 റുക്കിയ ഉമ്മ കൊല്ലകയിൽ, 32 അബ്ദുസലാം കൊല്ലകയിൽ, 33 ഉമ്മറുകുട്ടി വാളക്കോട്ട്, 34 റഹിയാനത്ത് തുണ്ടിത്തക്കതിൽ, 35 സൈനബ കുഞ്ഞ് മൂക്കട്ടത്തക്കതിൽ, 36 മിസ്രിയ പള്ളിക്കുറ്റി തെക്കതിൽ, 37 സൈനബ കുഞ്ഞ് കളക്കാട്ട് തെക്കതിൽ, 38 നഫീസ ബീവി പെരുമനത്തക്കതിൽ, 39 നസീമ പോണാൽ, 40 ഉമൈബ ബായിക്കാട്ട് തറ, 41 റജലത്ത് കാട്ടൂർ പടിയിട്ടതിൽ, 42 ഹബ്സ ബീവി വയലുവീട്ടി വടക്ക്, 43 ഇബ്രാഹിം കുട്ടി പിലാക്കാട്ട്, 44 ഇബ്രാഹിം കുട്ടി വരമ്പുകാലിൽ, 45 ഹമീദ് കുട്ടി കാവിന്റെ തെക്കതിൽ, 46 അലിയാര് കുഞ്ഞ് പെരുമനത്തക്കതിൽ, 47 വസന്തത്തുണ്ടിൽ, 48 സുമയ്യ കിഴക്കേ വീട്ടിൽ, 49 ലൈല എരമത്ത് തെക്കതിൽ, 50 ശാരദാ ബാലകൃഷ്ണൻ കെ ബി പുതുക്കാട്ട്, 51 ഹക്കീം ഷാജഹാൻ മൻസിൽ, 52 ആരിഫ കൊച്ചയ്യത്ത്, 53 ഹമീദ് കുട്ടി ആറ്റൂർ, 54 ഫാത്തിമ കുഞ്ഞ് കൊച്ചുകളീക്കൽ, 55 റഹീമ നസീർ മൻസിൽ, 56 ഫാത്തിമ കുഞ്ഞ് കൊച്ചയ്യത്ത്, 57 ആസിക്കുട്ടി വയലുവീട്ട് കിഴക്കതിൽ, 58 സൈനബ ബീവി വിളയിൽ കിഴക്കതിൽ, 59 അൻവർ കല്ലിൽ, 60 ഷരീഫ ബീവി നാലുവിള മദ്രസയുടെ തെക്കതിൽ, 61 റംല ബീവി ഷിഹാബ്, 62 റുക്കിയത്ത് പനയന്റെ കിഴക്കതിൽ, 63 സുബൈദ ഇല്യാസ് കുഞ്ഞ്, 64 ലൈല വാലിയത്ത് പടിയിട്ടതിൽ, 65 മുബാറക് വടശ്ശേരിൽ ചെറുകര വടക്കതിൽ. ഇത്രയും പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 3 പേരുടെ കാർഡ് മാത്രം വിതരണം ചെയ്തു. ബാക്കിയുള്ളവരുടെ ഇൻഷാ അല്ലാഹ് നാളെ അവരവരുടെ വീടുകളിൽ എത്തുന്നതായിരിക്കും. തിങ്കളാഴ്ച 20,000-ൽ മുകളിൽ ചെല്ലിയവർ മാത്രം ആ ലിസ്റ്റ് കൊടുത്താൽ മതി. 20,000-ൽ മുകളിൽ സ്വലാത്തുകൾ ചെല്ലിയതായി അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ലിസ്റ്റ് എഴുതേണ്ട. ഇൻഷാ അല്ലാഹ് അവരവർ ചെല്ലിയ സ്വലാത്തിനനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചെല്ലിയ സ്വലാത്തിന് അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ 12 മാസം അരി വിതരണത്തിന് വേണ്ടി ഓഫർ ചെയ്തവർ ഹുസൈൻ നോച്ചിറ, അഷറഫ് ചക്കാലയിൽ, സലീം ചെറുകര, ജമാൽ കോച്ചാപ്പള്ളിൽ, മുഹമ്മദ് കുഞ്ഞ് ചക്കിട്ടയിൽ, ഷറഫുദ്ദീൻ തട്ടാരൂറമ്പിൽ തെക്ക്, അബ്ദുൽ മജീദ് കൊല്ലെ തിടപ്പുര, അബ്ദുൽ മജീദ് തറാമ്പുഴ പുത്തൻവീട്, സൗദിയിൽ ജോലിയുള്ള അൽ ജാബിരി കമ്പനിയിലെ 5 സഹോദരന്മാർ ചേർന്ന് 1 മാസത്തെ അരി, അബ്ദുസമദ് ചക്കാലയിൽ, ഹസൻ കുഞ്ഞ് കണ്ണങ്കര കുട്ടിയിൽ വട്ടവറമ്പ്, ഇസ്മായിൽ തൊണ്ടിൽ. ഈ 12 പേരാണ് നമുക്ക് ഈ 12 മാസത്തേക്ക് 500 കിലോ അരി വീതം ഓഫർ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള അരി ഇൻഷാ അല്ലാഹ് ഓരോരുത്തരെ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഉജീനത്തിനുള്ള അരി തന്ന് സഹായിച്ച അബ്ദുൽ ഖഹാർ കുത്തിപ്പടിയിട്ടതിൽ അദ്ദേഹത്തിന്റെ മകനും മകൾക്കും സാലിഹായ സന്താനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഉജീനത്തിന് വേണ്ടി ഇറച്ചു നിന്ന് സഹായിച്ച ഷിഹാബ് തോപ്പിൽ തഴവയും, ജലീൽ കൂനന്റെ കാഞ്ഞിപ്പുഴ,
ഓഫീസിലേക്ക് ഫാനും ഓഫീസ് ടേബിളും തന്ന് സഹായിച്ച CMVM ചെറുകര ഏജൻസീസിന് വേണ്ടി ദുആ ചെയ്യുക. ഓഫീസിലേക്ക് സെൽഫ് തന്ന് സഹായിച്ച TMD ഫർണിച്ചർ ആൻഡ് ബെഡ്സ് കാഞ്ഞിപ്പുഴ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇന്നിവിടെ പരിപാടിയിൽ പങ്കെടുത്ത സയ്യിദന്മാർക്കും ഉസ്താദുമാർക്കും ഭക്ഷണവും താമസ സൗകര്യവും തന്ന് സഹായിച്ച ഹാഷിം മൻസിൽ സുലൈമാൻ മൗലവിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യുക. ഈ പരിപാടിയുടെ പ്രചരണത്തിന് നോട്ടീസും ഫ്ലെക്സും തന്ന് സഹായിച്ച CM ഗൾഫ് ബസാർ എന്ന സ്ഥാപനത്തിനും ഉടമയ്ക്കും വേണ്ടി ദുആ ചെയ്യുക. ഫ്ലെക്സ് തന്ന് സഹായിച്ച ജനറൽ കാറ്ററിംഗിന് വേണ്ടി ദുആ ചെയ്യുക. ഇന്നത്തെ ഈ ഉദ്യാനത്തിന് വിറക് തന്ന് സഹായിച്ച വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇന്നലെ അസ്ഹരി ഉസ്താദ് പറഞ്ഞ പ്രകാരം ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലുന്ന വ്യക്തിക്കുള്ള സംഭാവന നൽകുന്ന വ്യക്തിക്ക്, അതായത് 5001 രൂപ നൽകുന്ന വ്യക്തിക്ക് പ്രത്യേകമായി ദുആ ചെയ്യുക. അതുപോലെ തന്നെ ദുആ ചെയ്യാൻ ഒരുപാടുണ്ട്. സമയത്തിന്റെ ദൈർഘ്യം കൊണ്ട് എല്ലാവരുടെയും ലിസ്റ്റ് വായിച്ചതായി മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ലിസ്റ്റിന്റെ ഇവിടെ വായിച്ചത് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ നൽകിയ സംഭാവന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അറിയാം. അതുപോലെ ഇവിടെ ഇരിക്കുന്ന സയ്യിദന്മാർ സാധാരണ ആളുകളല്ല എന്നുള്ളത് മനസ്സിലാക്കി അവർ നമുക്കെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മുടെ പണ്ഡിതന്മാർ സാദാത്യങ്ങൾ മഹാനായ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ, അലനല്ലൂർ അബ്ദുള്ള മുസ്ലിയാർ, അതുപോലെ വവ്വക്കാവ് ഹാഷിം മുസ്ലിയാർ ഈ നാടിന് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ചൈതന്യം വാരി വിതറി ഒരു വാനമ്പാടിയെ പോലെ പാറിപ്പറന്ന് നടന്ന മഹാനായ സൈഫുദ്ദീൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മർഹം വള്ളോപ്പള്ളി ഉസ്താദ്, ഇസ്മായിൽ ഉസ്താദ് കാഞ്ഞിപ്പുഴ, സലാഹുദ്ദീൻ ഉസ്താദ് മുൻ ഇമാം മണപ്പള്ളി, അബ്ദുസമദ് ഉസ്താദ് മുൻ ഇമാം മണപ്പള്ളി, കോട്ടുവിള സുലൈമാൻ മുസ്ലിയാർ, അമീൻ സഖാഫി നിരണം, നിസാം സഖാഫി പതിയാങ്കര, അബ്ദുൽ കരീം സാർ കലവറശ്ശേരിൽ, ഹാമിദ് PV ഹൗസ്, അബ്ദുറഹ്മാൻ കുഞ്ഞ് നെല്ലിപ്പള്ളിൽ, അബ്ബാസ് കൊച്ചാപ്പള്ളിൽ, അബ്ദുൽ വാഹിദ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫരീദ് ആക്കയുടെ മകൻ അബ്ദുൽ വാഹിദ്, അഹമ്മദ് കുട്ടി കളിയാന്തറ വടക്കത്തിൽ, ഫാത്തിമ കുഞ്ഞ് കലവറശ്ശേരിൽ, അതുപോലെ ഈ അടുത്ത് മരണപ്പെട്ട നമ്മുടെ പറങ്ങാട്ട ഉമ്മ. അങ്ങനെ ഒട്ടനവധി ലിസ്റ്റുകൾ ഉണ്ട്. സമയം ദീർഘിക്കുന്നത് കൊണ്ട് അതൊന്നും വായിക്കുന്നില്ല. ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഈ മഹത്തായ സദസ്സിന് ആത്മീയ ചൈതന്യം നൽകിക്കൊണ്ട് ഞങ്ങളൊക്കെ നെഞ്ചിലേറ്റിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സയ്യിദ്, ഈ നാടിന്റെ അംഗീകാരം മുഴുവനും ഏറ്റുവാങ്ങിയ അഹ്ലു ബൈത്തിന്റെ പ്രിയപ്പെട്ട സയ്യിദ് മഹാനായ സയ്യിദ് അബ്ദുൽ ഗഫൂർ തങ്ങൾ സഖാഫി അൽ ജീലാനി, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജമാഅത്തിന്റെ കമ്മിറ്റി അംഗവും ഈ സംഘടനയുടെ സജീവ പ്രവർത്തകനുമായ ബഹുമാന്യനായ അബ്ദുൽ മജീദ് കുട്ടി കൊല്ലേത്തിടപ്പുര അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അടുത്തതായി ബഹുമാന്യനായ, നമുക്ക് വേദനയോടെയാണെങ്കിലും ഒരു നല്ല പ്രഭാഷണം കാഴ്ചവെച്ച ബഹുമാനപ്പെട്ട സയ്യിദ് ഹസ്ബുല്ലാഹിൽ ബാഫഖി തങ്ങളെ ഞങ്ങൾ വീണ്ടും സ്വീകരിക്കുകയാണ് ഈ നാടിന് വേണ്ടി. അതിനുവേണ്ടി ഈ സംഘടനയുടെ പ്രവർത്തകൻ അബ്ദുസമദ് സക്കാലയിലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ മിസ്ബാഹി അൽ ഹൈദ്രൂസി, മഹാനായ സയ്യിദ് അവറുകളെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ ഈ നാട്ടിൽ എന്റെ വീടിന് കല്ലിടുകയും എന്റെ വീടിന് സ്ഥാനം കാണുകയും എന്റെ വീടിന്റെ ഉദ്ഘാടനത്തിന് എത്തിച്ചേരുകയും എല്ലാ രീതിയിലും അനുഗ്രഹിക്കുകയും ഈ നാടിന് തന്നെ ഒരു ദീനീ ചൈതന്യമായി മാറുകയും ചെയ്ത മഹാനായ സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ മിസ്ബാഹി അൽ ഹൈദ്രൂസി, മഹാനായ തങ്ങൾ അവറുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ സംഘടനയുടെ സജീവ പ്രവർത്തകൻ ജമാൽ കൊച്ചാപ്പള്ളിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി സയ്യിദ് സലാഹുദ്ദീൻ തങ്ങൾ അൽ ബാഫഖി ജോനകപ്പുറം, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഷാൻ ചക്കാലയിലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ സയ്യിദ് റാഷിദ് തങ്ങൾ അൽ ബുഖാരി വയനാട്. നമുക്ക് ഈ മഹാന്മാരായ സയ്യിദന്മാരുമായി അടുത്ത് പരിചയമില്ല. ഈ ഒരു വിഷയം കൊണ്ട് മാത്രമാണ് ഇത്രയും സയ്യിദന്മാരെ നമുക്ക് കിട്ടാൻ ഭാഗ്യം ലഭിച്ചത്. സയ്യിദ് റാഷിദ് തങ്ങൾ അൽ ബുഖാരി വയനാട് അവറുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടി നിസാം ഇഷപ്പള്ളിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ക്ഷണിക്കുന്നു. അടുത്തത് സയ്യിദ് ഹിദായത്ത് തങ്ങൾ അൽ ജീലാനി ആന്ത്രോത്ത്, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടി സംഘടനയുടെ സജീവ പ്രവർത്തകൻ
നാസർ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി സയ്യിദ് ഷഫീഖ് തങ്ങൾ അൽ ഹൈദ്രൂസിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ സംഘടന തന്നെ ഈ നാട്ടിൽ ഉടലെടുക്കാൻ കാരണക്കാരനായ ബഹുമാനപ്പെട്ട അഷ്റഫ് ചക്കാലയിൽ സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ സയ്യിദിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന് മാസം തോറും സ്വലാത്തുകളുടെ മഹാത്മ്യത്തിലൂടെ കടന്നു പോകാൻ അവസരമൊരുക്കി തന്ന അദ്ദേഹത്തിനെ അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സംഘടനയുടെ സജീവ പ്രവർത്തകൻ നജീം മുന്തിരിത്തറയെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഈ സദസ്സിൽ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട KJ അൻഷാദ് മഹ്ലരി ഓച്ചറ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി സംഘടനയുടെ സജീവ പ്രവർത്തകൻ അയ്യൂബ് ഖാനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സംഘടനയുടെ പ്രവർത്തകർ നിങ്ങളെ സമീപിക്കുന്നതാണ്. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നലെ നമ്മളെ പ്രിയ സുഹൃത്ത് അസ്ഹരി ഉസ്താദ് പ്രസംഗത്തിൽ ഇവിടെ കൂടിയതായ നമ്മുടെ മുഅ്മിനത്തായ പെണ്ണുങ്ങൾക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന ആരാണോ അവർക്ക് സംഭാവന പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽ ഫസ്റ്റ് നേടിയത് അനീസ, അത് 30,722. സെക്കൻഡ് സീനത്ത് കിഴക്കേ മടത്തി 30,000. തേർഡ് റസിയ 26,500. അല്ലാഹു തആല ഈ മഹദികളെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവരെയും നമ്മളെയും നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ലീമൻ കസീറൻ കസീറാ. അൽ ഫാത്തിഹ. من أجل دعوتي فليدعو يا عبد القادر محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني. بعد الصلاة 12 من ركعة مع الفواتح والإخلاص بالخضوع يا غوث العظم عبد القادر السرعان يا سيد حضرني يا محي الدين يا محي الدين محي الدين يا محي الدين عبد القادر الجيلاني يا غوث 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 يا محي الدين عبد القادر الجيلاني
يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني